കാലിക്കറ്റ് സർവകലാശാല BA മലയാളം സിലബസിനെതിരെ വൈസ് ചാൻസലർക്ക് പരാതിയുമായി സിൻഡിക്കേറ്റ് അംഗം. സിലബസിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളുടെ അതിപ്രസരമെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് അംഗം റഷീദ് അഹമ്മദാണ് പരാതി നൽകിയത്. കേരള ചരിത്രം പാഠഭാഗത്ത് ഇടത് സർക്കാരുകളുടെ കാലത്തെ നേട്ടങ്ങളെപ്പറ്റി മാത്രമാണ് പഠിപ്പിക്കുന്നത് എന്നും സിലബസ് ഭേദഗതി ചെയ്യണമെന്നും പരാതിയിൽ പറയുന്നു. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, എന്താണ് സിലബസ് വിവാദമാകാൻ കാരണം? ദിവ്യ, BA മലയാളം വിദ്യാർത്ഥികളുടെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളുടെ സിലബസിലാണ്, 3ാം സെമസ്റ്ററിലെ സിലബസിലാണ് ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളുടെ അതിപ്രസരമുണ്ടെന്ന് കാണിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സിൻഡിക്കേറ്റ് അംഗം റഷീദ് അഹമ്മദ് വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ സിലബസിൽ റഫറൻസായി നൽകിയിരിക്കുന്ന പുസ്തകങ്ങളൊക്കെയും P. ഗോവിന്ദപിള്ള, അതുപോലെ EMS അടക്കമുള്ളവരുടെ പുസ്തകങ്ങൾ, അതോടൊപ്പം തന്നെ കാവുമ്പായി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നിലവിലെ സിൻഡിക്കേറ്റ് അംഗം, അങ്ങനെ ഇടത് അനുകൂല സർവീസ് സംഘടനകളുടെ നേതാക്കൾ രചിച്ച പുസ്തകങ്ങളടക്കമാണ് റഫറൻസായി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഈ കർഷക പ്രക്ഷോഭങ്ങൾ അതുപോലെയുള്ള കേരളത്തിൻ്റെ ചരിത്രം പ്രതിപാദിക്കുമ്പോൾ ഈ സിലബസിൽ പ്രധാനമായും ഈ ഇടത് സംഘടനകളുടെയും ഇടത് പ്രസ്ഥാനങ്ങളുടെയും ചരിത്രം മാത്രമാണ് കേരളത്തിൻ്റെ ഈ ചരിത്രമായി പ്രതിപാദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളുടെ അതിപ്രസരം ഈ സിലബസിലുണ്ട് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ലീഗ് സിൻഡിക്കേറ്റ് അംഗം ഉയർത്തിയിരിക്കുന്നത്. കേരള നിർമ്മിതി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ അടിത്തറയിലാണ് ഉണ്ടായതെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ ഈ സിലബസ് ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ സിലബസ് രൂപീകരിച്ചത് ഈ ഇടത് അനുകൂല സർവീസ് സംഘടന അംഗങ്ങൾ മാത്രമുള്ള ഒരു സമിതിയാണ്. അതുകൊണ്ട് തന്നെ സിലബസിലെ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളുടെ അതിപ്രസരം നീക്കം ചെയ്യണമെന്നും സിലബസ് പുനഃപരിശോധിക്കണമെന്നുമുള്ള ആവശ്യമാണ് ഈ പരാതിയിൽ ഈ വൈസ് ചാൻസലർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലീഗ് സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള റഷീദ് അഹമ്മദ് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ സിലബസിൽ ഭേദഗതി വരുത്തണമെന്നും ഈ പരാതിയിലൂടെ ആവശ്യപ്പെടുന്നു. ദിവ്യ, കാലിക്കറ്റ് സർവകലാശാലയിലെ BA മലയാളം സിലബസിനെതിരെയാണ് പരാതി. വിവരങ്ങളാണ് സലാം മുഹമ്മദ് നൽകിയത്.